ഇപ്പോൾ ശ്രീ ബെന്നി ബെഹനാൻ എം പി കൂടി നമ്മളോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ ബെന്നി ബെഹനാൻ, 5 രൂപ മുതൽ 15 രൂപ വരെയുടെ വർധനവാണ്. രണ്ട് ഭാഗത്തേക്കും യാത്ര ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ യാത്രാ ചെലവുകളെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചിലവ് എന്തിനാണ് ഇത്രയധികം ഉയർന്ന ടോൾ എന്തിനാണ് എന്ന് കോടതി പോലും ചോദിച്ചു. പക്ഷെ ആ ഘട്ടത്തിലും യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ യാത്രാ സൗകര്യമോ ഒരുക്കാതെ വീണ്ടും ടോൾ നിരക്കുയർത്തുകയാണ്. ആ നിരക്കുയർത്താൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ തന്നെ അവിടെ അനീതിയാണ് നടക്കുന്നത് എന്ന് എല്ലാ സംവിധാനങ്ങളും ആണയിട്ട് പറഞ്ഞിട്ടും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടും ഇത് പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയാത്ത സംവിധാനമൊന്നുമല്ലല്ലോ. ഹലോ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത് അനീതിയാണ്, ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വലിയ ജനദ്രോഹ നടപടിയാണിത്. ഒരു കാരണവശാലും ഇത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഈ പാലിയേക്കര ടോളുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി നിൽക്കുന്നു, സുപ്രീം കോടതിയിൽ കേസെടുക്കുന്നു. അതിനെക്കുറിച്ച് അന്തിമ തീരുമാനം വന്നിട്ടില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി അവിടുത്തെ അണ്ടർപാസ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ ഉൾപ്പെടെയുള്ള റോഡുകൾ വേണ്ടത്ര രീതിയിൽ മെയിൻ്റനൻസ് നടത്താത്തതിന്റെയും നന്നാക്കാത്തതിന്റെയും പേരിൽ അവിടുത്തെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ എത്രയോ പ്രാവശ്യം പുറത്തു വന്ന് ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ ടോൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല, നീതീകരിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വലിയ അഴിമതിയാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത്. ഈ കമ്പനിക്ക് കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി NHAIയും അതുപോലെ തന്നെ ഗവൺമെന്റും കൂട്ടുനിൽക്കുന്ന സമീപനത്തിലേക്ക് പോകുന്നു. ഞാൻ ഇന്ന് ഈ തീരുമാനം കേട്ടപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രിക്ക് ഞാൻ കത്തയച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അടുത്ത പ്രാവശ്യം ഡൽഹിയിൽ പോകുമ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കും. തികച്ചും തെറ്റായി നടത്തുന്ന ഇതൊരു ധിക്കാരപരമായ നടപടിയാണ്. ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതിനെതിരെ ഏതെല്ലാം തലത്തിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ പോരാടാൻ കഴിയുമോ അത് ഞാൻ ഏറ്റെടുക്കുമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു.